അങ്ങനെ മുറിയിലേക്ക് പ്രവേശിച്ച പെൺകുട്ടിയാവട്ടെ ഉറങ്ങാനായി കിടക്കുന്നു. ഈ സമയത്ത് അവള് സിഇഒ അവളുടെ മുറിയിലേക്ക് കടന്നു വരുന്നതായി സ്വപ്നം കാണുന്നു. ഇത്രയും വർഷം തന്നെ മിസ് ചെയ്തോ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു. പരിഭ്രാന്തയായ പെൺകുട്ടിയാവട്ടെ അയാളുടെ ദേഹത്ത് നഖങ്ങൾ കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കുന്നു. ഉറക്കമുണർന്ന പെൺകുട്ടിയാവട്ടെ അതൊരു സ്വപ്നം മാത്രമാണെന്ന് കരുതി. എന്നാൽ രാവിലെ തന്നെ അവള് സിഇഒയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അയാൾ നെഞ്ചിലുണ്ടായിരുന്ന മുറിവിൽ മരുന്ന് വെക്കുന്നതായി കാണുന്നു. ഇത് പെൺകുട്ടിയെ വല്ലാതെ ഞെട്ടിക്കുന്നു. ഇപ്പോൾ തലേന്ന് താൻ കണ്ടത് വെറും ഒരു സ്വപ്നമായിരിക്കില്ല എന്ന് അവൾ മനസ്സിലോർക്കുന്നു. ആ യുവാവ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ കൂടെ കമ്പനിയിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട് പ്രതിശ്വവധു വല്ലാതെ ദേഷ്യപ്പെടുന്നു. കാരണം ഈ അടുത്തിടയിൽ യുവാവ് വീട്ടിൽ തന്നെ ഇരുന്നാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. പെൺകുട്ടിയുമായി സമയം ചിലവഴിക്കാൻ മാത്രമാണ് യുവാവ് ഇപ്പോൾ കമ്പനിയിലേക്ക് പോകുന്നതെന്ന് പ്രതിശ്വവധു വിചാരിക്കുന്നു. പെൺകുട്ടിയോടുള്ള അമിതമായ ദേഷ്യം കാരണം പ്രതിഷ്ഠവധു നിലത്തേക്ക് ഒരു വൈൻ ഗ്ലാസ് എടുത്തെറിയുന്നു. ഏത് വിധേനയും ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിക്കുന്നു. സിഇഒയും പെൺകുട്ടിയും കമ്പനിയിലെത്തിയപ്പോൾ അവൾ അയാളുടെ സെക്രട്ടറി ആണെന്നുള്ള വിവരം എല്ലാവരോടും പരസ്യമായി തന്നെ പറയുന്നു. കമ്പനിയിലുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പെൺകുട്ടിയെ ഏൽപ്പിക്കണമെന്ന് സിഇഒ അവരോട് പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ മറ്റ് സ്ത്രീ ജീവനക്കാരുടെ അസൂയ ഉണരുന്നു. അവരൊക്കെ നേരായ മാർഗത്തിലൂടെയാണ് കമ്പനിയിലേക്ക് എത്തിയതെന്നും പെൺകുട്ടി അങ്ങനെയല്ല എന്നും പറഞ്ഞ് അവളെ കുറിച്ച് ഗോസിപ്പുകൾ പറയാൻ തുടങ്ങുന്നു. അവരുടെ ഈ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ അവളാവട്ടെ ലിഫ്റ്റിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ജീവനക്കാരി അവളെ തടഞ്ഞിട്ട് അവൾ സിഇഒയെ വശീകരിച്ചു എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കുന്നു. പെൺകുട്ടിയെ നിഷേധിച്ചെങ്കിലും വനിതാ ജീവനക്കാരി ഉടനടി അവളെ അടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ തക്കതായ സമയത്ത് സിഇഒ വന്ന് ആ പെൺകുട്ടിയുടെ കൈകൾ തടയുന്നു. അതിനുശേഷം പെൺകുട്ടിയെക്കുറിച്ച് മോശമായി വാക്കുകൾ ഉച്ചരിച്ചവരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന് സിഇഒ പറയുന്നു. ഇത് കേട്ട് ജീവനക്കാരെല്ലാം പേടിച്ചു അവിടെ നിന്ന് പോകുന്നുണ്ട്. കമ്പനിയിൽ നിന്ന് ആരവളെ ഭീഷണിപ്പെടുത്തിയാലും ആ വിവരം തന്നോട് പറയണമെന്ന് സിഇഒ അവളോട് ആവശ്യപ്പെടുന്നു. അതിന് പെൺകുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ തലയാട്ടിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പെൺകുട്ടി പോകുന്നത് നോക്കി യുവാവ് അവിടെ നിന്നു. ശരിക്കും യുവാവ് വളർത്തിയിരുന്ന ഒരു പൂച്ചയായിരുന്നു പെൺകുട്ടി. 5 വർഷങ്ങൾക്ക് മുമ്പ് യുവാവിന്റെ പക്കലുണ്ടായിരുന്ന ഒരു പൂച്ചക്കുഞ്ഞ് പെൺകുട്ടിയായി രൂപാന്തരപ്പെടുകയായിരുന്നു. പക്ഷേ മനുഷ്യനായി രൂപാന്തരപ്പെട്ട പെൺകുട്ടിക്ക് ആവട്ടെ ഓർമ്മകൾ നഷ്ടപ്പെടുകയും അവൾ പിന്നീട് വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തില്ല. അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം പെൺകുട്ടിയെ കണ്ടെത്തുമെന്ന് കരുതി തന്നെ എല്ലാ ദിവസവും അയാൾ അവളുടെ ഛായാചിത്രത്തിൽ നോക്കിക്കൊണ്ടേ നിന്നു. ഇപ്പോൾ അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ തന്നെ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇനി തന്റെ അടുത്തു നിന്ന് എങ്ങോട്ടേക്കും വിടില്ല എന്ന് അയാൾ മനസ്സിലുറപ്പിക്കുന്നു.